Good morning students. Our next topic is vapor pressure of solution. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെൻറീസ് ലോ ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കുന്നതാണ് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. എന്താണ് ലിക്വിഡ് സൊല്യൂഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഒരു സൊല്യൂഷൻ്റെ നേച്ചർ സൊല്യൂട്ടിനെയാണോ സോൾവെൻറ്റിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുക? ഏതുപോലെ ഇരിക്കും സൊല്യൂഷൻ? സൊല്യൂട്ടിൻ്റെ പോലെയാണോ സോൾവെൻറ്റിൻ്റെ പോലെയാണോ? സോൾവെൻറ്റ്, അതാണ് കൂടുതലുള്ളത്. അപ്പോൾ സോൾവെൻറ്റ് ലിക്വിഡ് ആണെങ്കിൽ ആ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക? ലിക്വിഡ് സൊല്യൂഷൻ. ആ ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ലിക്വിഡ് സൊല്യൂഷൻ ഫോം ചെയ്യുക എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഗ്യാസോ ലിക്വിഡോ സോളിഡോ സൊല്യൂട്ടായിട്ട് ഒരു ലിക്വിഡിൽ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുകയാണ്. അപ്പോൾ സോൾവെൻറ്റ് ലിക്വിഡ് ആയിരിക്കണം, മസ്റ്റാണ്. സൊല്യൂട്ട് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആവാം. ദെൻ ബൈനറി സൊല്യൂഷൻസ് ആണ് നമ്മൾ പറയുന്നത്, രണ്ട് കമ്പോണൻറ്റ് മാത്രമുള്ള സൊല്യൂഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ വാട്ടർ എടുത്തിട്ടുണ്ട്. ആ വാട്ടർ എന്താണ്? ആ വാട്ടറിന് വേപ്പേഴ്സ് ഫോം ചെയ്യും. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ വാട്ടർ എന്തുണ്ടാക്കും? വേപ്പേഴ്സ് ഉണ്ടാക്കും. ആ വേപ്പേഴ്സ് ഈ വാട്ടറിന് മുകളിൽ തന്നെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ മുകളിൽ അതിൻ്റെ വേപ്പേഴ്സ് ഉണ്ടായി. ആ വേപ്പേഴ്സ് ആ ലിക്വിഡിന് മുകളിൽ തന്നെ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ബൈനറി സൊല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ലിക്വിഡിൽ ഏത് ലയിക്കുക? ലിക്വിഡ്. സോൾവെൻറ്റ് ലിക്വിഡ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സൊല്യൂട്ട് ഏത് വേണമെങ്കിലും ആവാമെന്നാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് രണ്ടും ലിക്വിഡ് ഉള്ളത്. സൊല്യൂട്ടും ലിക്വിഡാണ്, സോൾവെൻറ്റും ലിക്വിഡാണ്. രണ്ടാമത്തെ ടൈപ്പ് സോളിഡ് ഇൻ ലിക്വിഡ്. ഇത് രണ്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യം ലിക്വിഡ് സൊല്യൂഷൻ, സൊല്യൂട്ടും സോൾവെൻറ്റും ലിക്വിഡായിട്ടുള്ളത്. ശ്രദ്ധിക്കുക, അവിടെ രണ്ട് ലിക്വിഡ്, 1ഉം 2ഉം ലിക്വിഡാണ്. അത് രണ്ടും നമ്മൾ വേറൊരു ബീക്കറിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ലിക്വിഡ് 3 അല്ലെങ്കിൽ സൊല്യൂഷനായിട്ട് മാറുക. അപ്പോൾ ഇതിലൊന്ന് സൊല്യൂട്ടും ഒന്ന് സോൾവെൻറ്റും ആയിരിക്കും. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടി. ഈ രണ്ടിൻ്റെയും പ്രത്യേകത, ഈ രണ്ട് കമ്പോണൻറ്റും 1ഉം 2ഉം വോളട്ടൈലാണ്. എന്താണ് വോളട്ടൈൽ? ദേ പ്രൊഡ്യൂസ് വേപ്പേഴ്സ്. വേപ്പേഴ്സ് ഉണ്ടാക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ബാഷ്പമായിട്ട് മാറാൻ കഴിവുള്ള ലിക്വിഡുകളെയാണ് നമ്മൾ എന്ത് പറയുക? വോളട്ടൈൽ ലിക്വിഡ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇവിടെയുള്ള രണ്ട് കമ്പോണൻറ്റും വോളട്ടൈലാണ് എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷനിൽ നിന്നും രണ്ട് കമ്പോണൻറ്റും എന്തായിട്ട് മാറും? വേപ്പേഴ്സായിട്ട് മാറും. നമ്മൾ പറയുകയാണ്, ഇതിൽ ഈ മിക്സ്ചറിൽ അല്ലെങ്കിൽ സൊല്യൂഷനിൽ 1 എന്ന് പറഞ്ഞ കമ്പോണൻറ്റും ഉണ്ട്, 2 ഉണ്ട്. അതിൽ 1 ഉണ്ടാവുന്ന പ്രഷറാണ് P1. കമ്പോണൻറ്റ് 1ൻ്റെ പ്രഷറാണ് P1. അങ്ങനെയാണെങ്കിൽ 2ൻ്റെ എന്തായിരിക്കും? P2 ആയിരിക്കും. കമ്പോണൻറ്റ് 2ൻ്റെ ഇതൊന്നുണ്ടാവുന്ന വേപ്പറിൻ്റെ പ്രഷർ, അതിനെ നമുക്ക് P2 എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഈ മുകളിൽ വരുന്ന രണ്ട് പ്രഷറും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ടോട്ടൽ പ്രഷർ കിട്ടില്ലേ? അപ്പോൾ PT ഈസ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ. ആ രണ്ട് കമ്പോണൻറ്റ് 1ഉം 2ഉം കൂടി ചേർന്നിട്ടുള്ള പ്രഷറാണ് ഇത് PT. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലോ പറയുകയാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. ലോൻ്റെ പേരാണ് റൗട്ട്സ് ലോ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, RAOULT, റൗട്ട്സ് ലോ. എന്താണ് റൗട്ട്സ് ലോ പറയുന്നത്? അക്കോർഡിംഗ് ടു റൗട്ട്സ് ലോ, ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളട്ടൈൽ ലിക്വിഡ്, ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്തിൻ്റെ സൊല്യൂഷനാണ്? നമ്മൾ കണ്ടു, വോളട്ടൈൽ ലിക്വിഡുകൾ കൂടി ചേർന്നിട്ടുള്ള സൊല്യൂഷൻ അല്ലേ? ഓക്കെ, അങ്ങനെയുള്ള സൊല്യൂഷനിൽ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ്, അതിലെ ഓരോ കമ്പോണൻറ്റിൻ്റെയും 1, 2 അല്ല ഇവിടെ കമ്പോണൻറ്റ്, ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ, അതാണ് നമ്മൾ P1ഉം P2 എടുത്ത് ഇവിടെ. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ, ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്താണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞാൽ? നേറനുപാതത്തിലാണ്. എന്തിന് നേറനുപാതത്തിലാണ്? അതിൻ്റെ പ്രഷറിന് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. ഏത്? അതിൻ്റെ മോൾ ഫ്രാക്ഷൻ. എന്തിൻ്റെ മോൾ ഫ്രാക്ഷൻ? ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? ഒന്നുകൂടെ നമുക്ക് പറയാം. അക്കോർഡിംഗ് ടു റൗട്ട്സ് ലോ, ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളട്ടൈൽ ലിക്വിഡ്, ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിലെന്താണ്? രണ്ട് വോളട്ടൈൽ ലിക്വിഡുകളുണ്ട്. അതിലെ ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്താണ്?
ആ സൊല്യൂഷനിലുള്ള ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തിന് പ്രൊപ്പോർഷണലാണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. എന്തിൻ്റെ മോൾ ഫ്രാക്ഷൻ? ആ കമ്പോണൻറ്റുകളുടെ മോൾ ഫ്രാക്ഷൻ. എന്ന് പറഞ്ഞാൽ 1ൻ്റെ P1 ആണ് പ്രഷർ, അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്താണ്? Chi1. ദെൻ 2ൻ്റെ പാർഷ്യൽ പ്രഷർ ഏതാണ്? P2, അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇതിലുണ്ടായിരിക്കും, അതെന്തായിരിക്കും? Chi2. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഈക്വേഷനായിട്ട് എഴുതാൻ പറ്റുക നോക്കാം. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് P1 പ്രൊപ്പോർഷണൽ ടു Chi1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട്. പ്യുവർ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷറാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായിട്ട് മാറും ഇക്വേഷൻ 1? പ്യുവർ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ P മുകളിൽ 0, താഴെ തന്നെ 1, ഇതേപോലെ P01 Chi1. എന്താണ് ഈ P01? നമ്മൾ നേരത്തെ 2 ലിക്വിഡുകൾ എടുത്തില്ലേ, അതിൽ 1 എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് മാത്രം ഒരു ബീക്കറിൽ, ആ 1 എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് മാത്രം ഉണ്ടാവുമ്പോൾ അതിന് പ്രഷർ ഉണ്ടാവും. ഒറ്റയ്ക്ക് ഉണ്ടാവുമ്പോൾ ആ കമ്പോണൻറ്റിൽ നിന്ന് ഉണ്ടാവുന്ന പ്രഷറിനെയാണ് അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ എന്ന് പറയുക. അപ്പോൾ അതാണ് P01. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടല്ലേ P1 കിട്ടിയത്. മിക്സ് ചെയ്തിട്ടുള്ള ആ സൊല്യൂഷനിൽ നിന്നുണ്ടായതാണ് 1ൻ്റെ പ്രഷറാണ് P1. അതല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്യുവർ സ്റ്റേറ്റിൽ ഒരു ലിക്വിഡ് മാത്രം നിൽക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന വേപ്പർ പ്രഷറാണ് അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള പാർഷ്യൽ വേപ്പർ പ്രഷർ. അതാണ് P01. അങ്ങനെയാണെങ്കിൽ കമ്പോണൻറ്റ് 2ൻ്റെ നമ്മൾ എങ്ങനെ എഴുതുക? P2 ഈക്വൽ ടു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള പ്രഷർ എന്താണ്? അതിൻ്റെ P02. ദെൻ സൊല്യൂഷനിൽ ലയിച്ച് ചേർന്നിട്ടുള്ളതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഏതാണ്? Chi2. അപ്പോൾ P1 ഈക്വൽ ടു P01 Chi1 ആൻഡ് P2 ഈക്വൽ ടു എന്താണ്? P02 Chi2. ഇനി ഡാൾട്ടൺസ് ലോ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താണ് പറയുന്നത്? പാർഷ്യൽ പ്രഷറുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ പ്രഷർ. അപ്പോൾ നമ്മൾ P ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 2 പ്രഷറും ആഡ് ചെയ്താൽ മതി. ഏതൊക്കെ? P1 പ്ലസ് P2. നമ്മൾ ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. P1 P01 Chi1, P2 P02 Chi2. അത് P ടോട്ടൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നോക്കുക എന്താ വരിക? P ടോട്ടൽ ഈക്വൽ ടു P1ൻ്റെ സ്ഥലത്ത് നമ്മൾ P01 Chi1 കൊടുത്തു, പ്ലസ് P2 എന്താണ്? P02 Chi2. ഇനി നമുക്കറിയാം 2 കമ്പോണൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ 1 അല്ലേ. അപ്പോൾ Chi1 പ്ലസ് Chi2 ഈക്വൽ ടു 1 ആണ്. അത് നമുക്ക് Chi1 എങ്ങനെ കാണാം? ആ Chi2നെ പ്രതി കൊണ്ടുപോയാൽ Chi1 ഈക്വൽ ടു 1 മൈനസ് Chi2 അല്ലേ. അതിനടുത്ത നമ്പർ കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ Chi1ൻ്റെ അവിടെ ഇത് Chi1 അല്ലേ. ഈ Chi1 എന്നുള്ളിടത്ത് എന്ത് വരും? Chi1 ഈക്വൽ ടു എന്താണ്? 1 മൈനസ് Chi2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. P ടോട്ടൽ ഈക്വൽ ടു P01. Chi1 എന്താ വന്ന്? 1 മൈനസ് Chi2 പ്ലസ് പിന്നെ എന്തുതന്നെയാണ് ഉള്ളത്? P02 Chi2. അപ്പോൾ P ടോട്ടൽ നമുക്ക് P01 മൾട്ടിപ്ലൈ ആണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. P01 ഇൻറ്റു 1 P01. ദെൻ P01 ഇൻറ്റു മൈനസ് Chi2 മൈനസ് P01 Chi2 പ്ലസ് പിന്നെ എന്താണ്? P02 Chi2. നമ്മൾ ഈ മൈനസ് ഉള്ള ടേം രണ്ടാമതും പ്ലസ് ഉള്ള ടേം ആദ്യം എടുക്കുകയാണ്. രണ്ടിലും കോമൺ ആണ് Chi2. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം എന്ത് എഴുതാം? P ടോട്ടൽ ഈക്വൽ ടു P01. ഈ പ്ലസ് ഉള്ള ടേം ആദ്യം എടുത്താൽ അതിൽ P02 അല്ലേ. അപ്പോൾ P02 പിന്നെ മൈനസ് P01, രണ്ടിലും കോമൺ ആയിട്ടുള്ള Chi2 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇൻറ്റു Chi2. ഇതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ. ഏതിൻ്റെ? റിലേറ്റഡ് ടു റൗട്ട്സ് ലോ. ക്ലിയർ? ദെൻ ആ ഇക്വേഷൻ്റെ കൺക്ലൂഷനാണ് നമ്മൾ പറയുന്നത്. കൺക്ലൂഷൻ നമുക്ക് പറയണമെങ്കിൽ ഇവിടെ താഴെ ഒരു ഗ്രാഫ് ഉണ്ട്, അത് വെച്ചിട്ടേ പറയാൻ പറ്റൂ. റൗട്ട്സ് ലോൻ്റെ ഗ്രാഫാണത്. ഈ ഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് പോയിന്റ്, ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ ക്യാൻ ബി റിലേറ്റഡ് ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ കമ്പോണൻറ്റ്. ഇതാണ് ടോട്ടൽ വേപ്പർ പ്രഷർ. ഈ ടോട്ടൽ വേപ്പർ പ്രഷർ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ മോൾ ഫ്രാക്ഷനായിട്ട് റിലേറ്റ് ചെയ്തുകൂടെ? എന്താ? Chi2 എന്ന് പറഞ്ഞ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടുകയാണ്. അതിനനുസരിച്ച് ഇതിൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷറാണ് ഈ കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ രണ്ടാമത്തെ കാര്യം എന്താ പറയണത്? ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ വേരീസ് ലീനിയർലി വിത്ത് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 2. ഇതാണ് മോൾ ഫ്രാക്ഷൻ 2ൻ്റെ. അത് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാണ്. അത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടോട്ടൽ വേപ്പർ പ്രഷർ എന്താണ്? ലീനിയറായിട്ട് മാറില്ലേ? ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യല്ലേ? അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ്.
ഇനി പറയുന്ന മൂന്നാമത്തെ പോയിന്റ്, ഡിപ്പെൻഡിങ് ഓൺ ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ് 1 and 2. 1ൻ്റെയും 2ൻ്റെയും എന്താണ് പ്യുവർ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ P01, പിന്നെ ഏതാണ് P02. ആ P01ഉം P02ഉം എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞ് ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ. ഇതാണ് ടോട്ടൽ. ഈ ടോട്ടൽ വേപ്പർ പ്രഷർ എന്താണ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം എന്തിനനുസരിച്ച് വിത്ത് ഇൻക്രീസ് ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 1. ഇതാണ് 1 ഹൈ 1. ഈ 1ൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഈ ടോട്ടൽ പ്രഷർ ഇൻക്രീസ് ചെയ്യോ അല്ലെങ്കിൽ എന്താണ് ഡിക്രീസ് ചെയ്യോ സംഭവിക്കാമെന്നാണ് പറയുന്നത്. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞ കമ്പോണൻറ്റിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. മോൾ ഫ്രാക്ഷൻ ഓഫ് 2 ആണ് നമ്മളെ ഫൈനൽ ഈക്വേഷനിൽ വന്നിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ വേപ്പർ പ്രഷറും y ആക്സിസിൽ വേപ്പർ പ്രഷറും x ആക്സിസിൽ മോൾ ഫ്രാക്ഷനുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് K1 1, അതായത് 1 എന്ന് പറഞ്ഞ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എത്രയാണ് 1 ആണ്. 2ൻ്റെ മോൾ ഫ്രാക്ഷൻ 0. കാരണം ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ആയിരിക്കണം. അപ്പോൾ ഇത് 1 ആണെങ്കിൽ പിന്നെ ഇത് 0 ആകുമ്പോഴല്ലേ ടോട്ടൽ 1 ആവുള്ളൂ. ഇനി ഇവിടെ എത്തുമ്പോൾ എന്താണ് ഈ മോൾ ഫ്രാക്ഷൻ 1 കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ആ 1 മാക്സിമം ആവുമ്പോഴുള്ള അതിൻ്റെ പ്രഷറായിരുന്നു P01. ദെൻ ആ മോൾ ഫ്രാക്ഷൻ കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യും കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതാണ് P1. ആ P1 കുറഞ്ഞു വന്ന് ഇവിടെ P1 എന്തായി 0 ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ K1 കുറഞ്ഞ് എന്തായിരിക്കും 0 ആയിരിക്കും. ദെൻ ഇവിടെ K2 0 ആയിരുന്നു. ആ സമയത്ത് അതിൻ്റെ പ്രഷറും എന്താണ് 0 ആണ്. ഇനി K2 ഇൻക്രീസ് ചെയ്യുകയാണ് ഇങ്ങോട്ട്. K2 ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറും ഇൻക്രീസ് ചെയ്യുകയാണ് P2. അങ്ങനെ K2 ഇൻക്രീസ് ചെയ്ത് K2 = 1 മാക്സിമമായി. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് P2 എന്തായി അതിൻ്റെ മാക്സിമം വാല്യൂ P02 ആയി. ഇനി ഈ P01ഉം P02ഉം തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് P ടോട്ടൽ കിട്ടും. കാരണം എന്താണ് P01 P1ൻ്റെ മാക്സിമമാണ്. ദെൻ P02 P2ൻ്റെ മാക്സിമമാണ്. അപ്പോൾ മാക്സിമം തമ്മിൽ കമ്പൈൻ ചെയ്താൽ അതിൻ്റെ ഇടയിലുള്ളത് എന്താണ് സമ്മായില്ലേ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷറാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ നമ്മളിത് വരച്ചത് നോക്കൂ. P01 താഴെയും P02 കുറച്ച് മുകളിലുമാണ്. അത് അങ്ങനെ വരച്ചതാണ്, തെറ്റിയതല്ല, കറക്റ്റാണത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ P01ൻ്റെ വേപ്പർ പ്രഷർ കുറവും P02 എന്ന് പറഞ്ഞിട്ടുള്ള വേപ്പർ പ്രഷർ കൂടുതലുമാണ്. എന്ന് പറഞ്ഞാൽ P01 ലെസ് വോളട്ടൈലാണ്, പെട്ടെന്ന് വോളട്ടൈൽ ആവുന്നതല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വേപ്പർ ഉണ്ടാവില്ല. ദെൻ രണ്ടാമത്തെ കമ്പോണൻറ്റ് എന്താണ് പെട്ടെന്ന് വേപ്പറാവും, കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ കൂടുതൽ, P02 കൂടുതൽ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് P01 ലെസ് ദാൻ ഇതിനേക്കാൾ P02. കാരണം 1 എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് എന്താണ് ലെസ് വോളട്ടൈലാണ് ഇതിനേക്കാൾ കമ്പോണൻറ്റ് 2. അതായത് കമ്പോണൻറ്റ് 2 ആണ് പെട്ടെന്ന് വോളട്ടൈൽ ആവുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേപ്പറായിട്ട് മാറുക. അപ്പോൾ അതിൻ്റെ പ്രഷറായിരിക്കും കൂടുതൽ. ഇതാണ് റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന ഗ്രാഫ്. ഇനി ഇതിൻ്റെ ജനറൽ കൺക്ലൂഷനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷനും അതിൻ്റെ വേപ്പർ പ്രഷറും തമ്മിലുള്ള അല്ലെങ്കിൽ പാർഷ്യൽ വേപ്പർ പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. ഇനി സൊല്യൂഷൻ്റെ മോളിൽ വേപ്പർ ഫേസിലുള്ള കമ്പോണൻ്റ് ഉണ്ട്. ആ വേപ്പർ ഫേസിലുള്ള കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 1ൻ്റെ നമ്മൾ Y1ഉം 2ൻ്റെ Y2 എടുക്കുകയാണെങ്കിൽ അതിന്ന് എങ്ങനെയാണ് പാർഷ്യൽ പ്രഷറുകൾ കാണുക എന്നുള്ള ഇക്വേഷൻ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഈക്വേഷൻ വെച്ച് പറയുകയാണ്. ഡാൾട്ടൺസ് ലോ വെച്ചിട്ടുള്ളത് തന്നെയാണ്. P1 = Y1 P ടോട്ടൽ. ഇവിടെ P ടോട്ടൽ ഇപ്പോൾ നമ്മൾ കണ്ടത് തന്നെയാണ്. Y1 ആണ് പുതിയ ടേം. Y1 എന്താണ്? Y1 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ആണ്. പക്ഷേ എവിടെ ഉള്ളതല്ല, സൊല്യൂഷനിലുള്ളതല്ല, വേപ്പർ ഫേസിലുള്ള കമ്പോണൻറ്റ് 1ൻ്റെ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ Y2 എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ അല്ല, സൊല്യൂഷനിലുള്ളത് ഏതാണ്? K2. ദെൻ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ് ഇത് Y2. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ്. അത്രമാത്രം പഠിച്ചാൽ മതി. P2 = എന്താണ്? Y2 P ടോട്ടൽ. ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? PI = YI P ടോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പറയുന്നത്? റൗൾട്ട്സ് ലോയിൽ പറയുന്നത്. ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടി ഇതിൽ പറയാനുണ്ട്. റൗൾട്ട്സ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. നമ്മൾ തൊട്ട് മുൻപ് ഹെൻറീസ് ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്തായിരുന്നു ഹെൻറീസ് ലോ? അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ P1 ഈക്വൽ ടു KH ഇൻറ്റു ഖൈ. ഇവിടെ KH ആയിരുന്നു, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റൗട്ട്സ് ലോ ആണ്, സോറി. അക്കോർഡിംഗ് ടു റൗട്ട്സ് ലോ P1 ഈക്വൽ ടു എന്താണ്? P01 ഖൈ1 അല്ലെങ്കിൽ ഖൈ. അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ എന്താ ഹെൻറീസ് ലോയിൽ പറഞ്ഞ്? P ഈക്വൽ ടു KH ഇൻറ്റു ഖൈ. അപ്പോൾ KH ഇൻറ്റു ഖൈ ആണ് ഏത്? ഹെൻറീസ് ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ശ്രദ്ധിക്കാം. റൗട്ട്സ് ലോ അനുസരിച്ച് P1 ഈക്വൽ ടു P01 ഖൈ1 ആണ്. ദെൻ ഹെൻറീസ് ലോ അനുസരിച്ച് P ഈക്വൽ ടു KH ഇൻറ്റു ഖൈ. ഇവിടെ എന്ത് മാത്രമാണ് വ്യത്യാസമുള്ളത്? ലെഫ്റ്റിൽ രണ്ടും പ്രഷറാണ്, റൈറ്റിൽ മോൾ ഫ്രാക്ഷനും സെയിം ആണ്. എന്ത് മാത്രമാണ് വ്യത്യാസമുള്ളത്? ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് P01 ആണ്, ഇവിടെ KH ആണ്. ഇനി എപ്പോഴാണോ ഈ P01ഉം KHും ഈക്വൽ ആവുന്നത്, അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ നമുക്കിത് കമ്പയർ ചെയ്തിട്ട് പറയാം, ഹെൻറീസ് ലോൻ്റെ എന്താണ് ഒരു സ്പെഷ്യൽ കേസാണ് റൗട്ട്സ് ലോ. എപ്പോൾ? P01 ഈക്വൽ ടു KH ആയിക്കഴിഞ്ഞാൽ സെയിം ആയില്ലേ? P01ഉം KHും സെയിം ആണെങ്കിൽ ഇത് ഈക്വൽ ആയില്ലേ? അപ്പോൾ നമുക്ക് പറയാം റൗട്ട്സ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. ഓക്കെ, താങ്ക് യു.